ക്യാൻസർ ന്യൂസ് സത്യം ആണോ എന്ന് ചോദിച്ചിട്ടാണ് കമന്റ് വന്നത്. അതിന് രേണു മറുപടിയും കൊടുത്തിട്ടുണ്ട്. എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത്? രേണുസുതി സബ്സ്ക്രിപ്ഷൻ ഇടുന്ന വീഡിയോസ് ഒക്കെ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരുത്തരാണ് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്നത്. രേണു കോഴയ്ക്ക് തന്നെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് പോസ്റ്റ് ഇട്ടാലും അപ്പൊ ഈ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്നത് അതെടുത്ത് കണ്ടന്റ് ആക്കും. ഇപ്പൊ ഇതേപോലെ ചെയ്തൊരു സാധനം ഞാൻ കാണിച്ചു തരാട്ടാ. നമുക്ക് കുഞ്ഞു കടന്ന് ലൈവ് എടുത്താലോ? കുഞ്ഞു കടന്ന സ്പെഷ്യൽ ലൈവ്, കുഞ്ഞു കടന്ന സ്പെഷ്യൽ ലൈവാണ് ഞാൻ ചെയ്യുന്നത്. ഈ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ലൈവിനകത്ത് കയറി അവൻ അത് എടുത്തിട്ടാണല്ലോ ചെയ്തത്. അവൻ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ കത്തി നിൽക്കുന്ന ഒരു സാധനം രേണുവിനൊരു അസുഖമാണെന്ന് പ്രചരിക്കുന്നു. അസുഖമുണ്ടോ അസുഖമില്ലയോ എന്നൊരു ചർച്ചയാണ് ഇപ്പോൾ ഭയങ്കരമായിട്ട് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ രേണുവിൻ്റെ ഈ അസുഖം പ്രചരിക്കുന്നതിനോടൊപ്പം തന്നെ രേണുവിനെ ദ്രോഹിച്ച കുറേ യൂട്യൂബർമാരെയും ആൾക്കാർ പോയിൻ്റ് ഔട്ട് ചെയ്യുന്നുണ്ട്. അത് ആൾക്കാരെന്ന് പറയാൻ പറ്റത്തില്ല, ഈ യൂട്യൂബേഴ്സിൽ തന്നെ ഉള്ള കുറച്ച് ആളുകൾ. അപ്പോൾ രേണുവിൻ്റെ ഈ അസുഖത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങളും അതോടൊപ്പം തന്നെ എന്നെ ഒരാൾ വിമർശിച്ചിട്ടുണ്ട്. ആ ഒരു കാര്യം കൂടെയാണ് നമ്മൾ ഈ വീഡിയോയ്ക്കകത്ത് സംസാരിക്കാൻ പോകുന്നത്. നമ്മൾ ചുമ്മാ ലാഗ് അടുപ്പിച്ച് കുളവാക്കി ഒന്നും നിൽക്കുന്നില്ല, നേരെ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കിടക്കാം. വീഡിയോയിലേക്ക് കിടക്കുമ്പോൾ രേണുവിന് ഇങ്ങനെ ഒരു അസുഖമുണ്ട് എന്ന രീതിയിൽ വലിയ രീതിയിൽ പ്രചരണങ്ങൾ നടക്കുന്നുണ്ട്. ഒരു വോയിസ് ലീക്ക് ആവുന്നു, പല ആളുകളും ഉണ്ടെന്ന് പറയുന്നു, പല ആളുകളും ഇല്ല എന്ന് പറയുന്നു. പക്ഷേ രേണുവിൻ്റെ സൈഡിൽ നിന്നോ രേണുവിൻ്റെ കുടുംബത്തിൻ്റെ സൈഡിൽ നിന്നോ അങ്ങനെ ഒരു അസുഖം ഉണ്ടെന്നോ ഇല്ലെന്നോ ഒരു ന്യായീകരണം വന്നിട്ടില്ല. പക്ഷേ വളരെ ഓപ്പൺ ആയിട്ടുള്ള സോഴ്സുകളിൽ നിന്ന് അങ്ങനെ ആകാം എന്നുള്ള രീതിയിൽ തന്നെയാണ് നമുക്കറിയാൻ സാധിക്കുന്നത്. ഒരു മനുഷ്യനും അങ്ങനെ വരാതിരിക്കട്ടെ, നമ്മൾ ഒരിക്കലും ഒരു മനുഷ്യൻ ഇങ്ങനെ വരണം എന്നുള്ള രീതിയിൽ നമ്മൾ ചിന്തിക്കുന്നില്ല. ഓക്കെ, അപ്പോൾ രേണുവിന് അങ്ങനെ ഒരു അസുഖമുണ്ടോ ഇല്ലയോ എന്നുള്ള ചർച്ചാ വിഷയങ്ങൾ സോഷ്യൽ മീഡിയയിൽ കത്തി നടക്കുമ്പോൾ രേണു ഇത് ഇല്ല എന്ന് ഒരു പക്ഷേ സ്ഥാപിക്കാം, ഇത് ഉണ്ട് എന്ന് സ്ഥാപിക്കാം. പക്ഷേ അതിന് പകരം രേണു അവിടെ ചെയ്തത് ആളുകളിലേക്ക് കൂടുതലൊരു പുകമറവ് സൃഷ്ടിക്കുന്ന പോലെയാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഓക്കെ, രേണു ഇന്നിട്ടൊരു സ്റ്റോറിയാണേ. യഹോവ എന്നെ കഠിനമായി ശിക്ഷിച്ചു, എന്നാലും അവൻ എന്നെ മരണത്തിന് ഏൽപ്പിച്ചിട്ടില്ല എന്ന് പറഞ്ഞിട്ടൊരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു. ഇത് മാത്രമല്ല, രേണു കഴിഞ്ഞ ദിവസം ഐ എം എ ഫൈറ്റർ എന്ന് പറഞ്ഞൊരു സ്റ്റോറി, ഒരു ഫോട്ടോ ഇട്ടിട്ട് അതിൻ്റെ ക്യാപ്ഷൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇന്ന് രേണു വീണ്ടും ഒരു റീൽ ഇട്ടതിന് ശേഷം അതിനകത്ത് ഇട്ടിരിക്കുന്നൊരു ടൈറ്റിലാണ് നോ ഫിൽറ്റർ ഐ ആം ഫൈറ്റർ എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് എന്തിനാണ് ഇങ്ങനെ മിസ്ലീഡ് ചെയ്യിക്കുന്ന സാധനം വീണ്ടും വീണ്ടും ഇട്ടുകൊണ്ടിരിക്കുന്നതെന്ന് നമുക്ക് ഒരു പിടിയും കിട്ടുന്നില്ല. ഇനി പല അഭ്യൂഹങ്ങൾ ഇങ്ങനെ കിടന്ന് പരക്കുന്നുണ്ട്. രേണു ഇങ്ങനെ അസുഖം ഉണ്ടെന്നും പറയുന്നുണ്ട്, രേണുവിന് ഇങ്ങനെ അസുഖം ഇല്ല എന്നും പറയുന്നുണ്ട്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയായിരിക്കും, ഞാൻ രേണുവിനെ കുറിച്ചിട്ട് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇവിടെ നട്ടലില്ലാത്ത മനു നാറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് എനിക്കെതിരെ ചെയ്തൊരു വീഡിയോ. അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് ഞാൻ ചെയ്യുമെന്ന് അതിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സോ ഇങ്ങനൊരു സാഹചര്യത്തിൽ ഇത് ഉള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയത്തില്ല, അവരെ നമ്മൾ ശല്യം ചെയ്യുന്ന അല്ലെങ്കിൽ ബുദ്ധിമുട്ടിക്കുന്നത് ശരിയല്ല എന്ന് ഞാനും ചിന്തിക്കുന്നു. സോ ഇതൊന്നൊരു ക്ലാരിഫിക്കേഷൻ ഉണ്ടാകുന്നവരെ രേണുവിൻ്റെ വിഷയത്തിന് നമ്മളൊരു ഗ്യാപ്പ് ഇടുകയാണ്. എന്തെങ്കിലും റിലവൻ്റ് ആയിട്ടുള്ള സാധനങ്ങളുണ്ടെങ്കിൽ മാത്രമേ എടുക്കുന്നുള്ളൂ, അല്ലാതെ അങ്ങനെ ഒരു വിഷയം വരുന്നില്ല. രേണു പ്രശ്നങ്ങളൊന്നുമില്ല, അതീവ ശക്തിയോടെ രേണു തിരിച്ചു വരുമെന്നുണ്ടെങ്കിൽ നമുക്കത് അപ്പം വേണോ വേണ്ടോ എന്നുള്ളത് ആലോചിക്കാം. നിലവിൽ എന്തായാലും ഞാൻ ആ ടോപ്പിക്ക് ഉടനെ ഒന്നും ചെയ്യുന്നില്ല, സംഭവം ചെയ്തു വെച്ചിട്ടുണ്ട്, അപ്ലോഡ് ചെയ്യുന്നില്ല. ഓക്കെ, ഇനി രേണുവിൻ്റെ ഒന്ന് രണ്ട് കമൻറ്റ് ബോക്സുകളിലേക്ക് വരുവാണെങ്കിൽ RJ ലച്ചുവിൻ്റെ കൂടെ നിൽക്കുന്ന ഒരു ഫോട്ടോ രേണു പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൻ്റെ താഴെ ഒരു കമൻറ്റ് വന്നു, ചേച്ചി ക്യാൻസർ ആണെന്ന് പറയുന്നത് കേട്ടു, സത്യമാണോ ചേച്ചി? അത് അല്ലെന്ന് കേൾക്കാനാണ് എനിക്ക് ഇഷ്ടം, റിപ്ലൈ തരണേ. ഒരുപാട് ആളുകൾക്ക് അവർക്ക് അങ്ങനെ ഒരു അസുഖം വരണമെന്നൊന്നുമില്ല, അവർ നന്നാവണമെന്നുണ്ടായിരുന്നു, അവർക്ക് അങ്ങനെ ഒരു അസുഖം വരണമെന്നൊന്നും പല ആളുകളും പ്രതീക്ഷിച്ചിട്ടില്ല. ഓക്കെ, അതിന് ഈ RJ ലച്ചു, രേണുവായിട്ട് വളരെ അടുത്ത ബന്ധമുള്ള RJ ലച്ചു പറഞ്ഞിരിക്കുന്നു സത്യമല്ലടാ എന്ന് പറഞ്ഞിട്ടാണ് ഇട്ടിരിക്കുന്നത്. അത് സത്യം അല്ല എന്നാണ് പറയുന്നത്. പക്ഷേ പല സോഴ്സുകളിൽ നിന്ന് ശരിയാണെന്ന് പറയുന്നു, ശരിയല്ലെന്ന് പറയുന്നു. സോ രേണു എന്ന് പറയുന്നിടത്തോളം കാലം ഇത് ശരിയാണോ തെറ്റാണോ എന്ന് നമുക്ക് അവകാശപ്പെടാൻ പറ്റൂല. ഇനി രണ്ടാമത്തെ കേസ്, ഇത് അവർ പ്രൈവറ്റായിട്ട് വെക്കാൻ ആഗ്രഹിച്ചൊരു സാധനമാണെങ്കിൽ അത് പുറത്ത് വിട്ടതിനോട് ഞാൻ താല്പര്യപ്പെടുന്നില്ല. കാരണം അവർക്കത് അവരുടെ ശരീരത്തിൻ്റെ ഒരു പേഴ്സണലായിട്ടൊരു അവസ്ഥ അത് ഉണ്ടായിക്കോട്ടെ ഇല്ലായിക്കോട്ടെ, അത് പുറത്തേക്ക് എക്സ്പോസ് ചെയ്ത് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. എന്തെങ്കിലും ഒരു സമയത്ത് അവരിതിനുള്ളൊരു മറുപടിയായിട്ട് വരും. ചോദ്യങ്ങൾ ഒരുപാട് വരുമ്പോഴത്തേനും അവരൊരു മറുപടിയായിട്ട് വരും. ഓക്കെ, അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ മറ്റൊരു യൂട്യൂബ് ചാനൽ വരും, അപ്പോൾ നമുക്കത് എടുത്തിട്ട് അതിനെക്കുറിച്ച് സംസാരിക്കാം. ഇനി ഞാൻ വേറൊരു കാര്യം കൂടെ കാണിച്ചു തരാം. രേണുവിൻ്റെ റീലിൻ്റെ താഴെ മറ്റൊരു കമൻറ്റ് വന്നു, ക്യാൻസർ ന്യൂസ് സത്യം ആണോ എന്ന് ചോദിച്ചിട്ടാണ് കമൻറ്റ് വന്നത്. അതിന് രേണു മറുപടിയും കൊടുത്തിട്ടുണ്ട്. മറ്റവളെ ഞാൻ പറഞ്ഞോടി, എനിക്ക് അസുഖം ആണെന്ന് റീച്ചാകാന്നായിരിക്കും പറഞ്ഞ അവളില്ലേ, ആ ശവമേ തീനിക്കോലാടു ചെന്ന്
അങ്ങനെ ഒരു അസുഖം ഇല്ല എന്നാണ് രേണു പറയാൻ ഉദ്ദേശിച്ചതെന്നാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. റീച്ചിന് വേണ്ടി വന്ന ആ ശബന്തീനികളോട് പോയി നാം തോന്നുന്നു പുള്ളിക്കാരി ഉദ്ദേശിച്ചു. എനിക്ക് രേണുവിൻ്റെ മലയാളം എനിക്ക് പണ്ടേ വായിക്കാൻ പറ്റുന്നില്ല, ഇപ്പം എനിക്ക് ഒന്നും മനസ്സിലാകുന്നില്ല. അപ്പം രേണു ഒഫീഷ്യലി എനിക്ക് അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. രേണു ആയതുകൊണ്ട് ഇതുള്ളതാണോ ഇല്ലാത്തതാണോ നമുക്കറിയത്തില്ല. ഒരു മനുഷ്യന് ഇങ്ങനെ അസുഖം വരരുതെന്നാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് കഴിക്കുന്ന ഒരു സാധനമുണ്ട്, ശത്രുക്കൾക്ക് പോലും ഈ ഒരു അവസ്ഥ വരുത്തരുത് എന്ന് പറയുന്നത്. സോ അവർക്ക് അങ്ങനെ ഒരു അസുഖമൊന്നും ഉണ്ടാവാതിരിക്കട്ടെ. അപ്പോൾ നമുക്കിനി വേറൊരു വിഷയത്തിലേക്ക് കിടക്കാം. വേറൊരു വിഷയം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ബന്ധപ്പെട്ട് കുറേ കോൺട്രവേഴ്സികൾ സോഷ്യൽ മീഡിയ നടക്കുന്നുണ്ട്. സബ്സ്ക്രിപ്ഷനായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കുറച്ച് വീഡിയോസ് പുറത്തു വിട്ടിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ മാത്രമല്ല പുറത്തു വിട്ടത്, പല ആൾക്കാരും ആ സബ്സ്ക്രിപ്ഷനകത്തുണ്ട്, അവരത് റെക്കോർഡ് ചെയ്ത് പുറത്തു വിടുന്നുണ്ടായിരുന്നു. പക്ഷേ ഞാനിത് ചെയ്യുന്നുണ്ടെന്ന് പറയാനുള്ള ധൈര്യം ഞാൻ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. ബാക്കിയുള്ളവരൊക്കെ റയിലുണ്ട്. ഞാൻ എൻ്റെ ചാനലിൽ വന്നതല്ലാത്ത ക്ലിപ്പുകൾ ഈ പല ചാനലുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കറിയാം അത് അവർ വേറെ അവിടെ നിന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എന്നെ ഒരു പുള്ളിക്കാരൻ അങ്ങോട്ട് വിമർശിച്ച് നമുക്കതൊന്ന് കേൾക്കാം. കാരണം മനു എന്ന് പറയുന്ന ആ നട്ടില്ലാത്ത നാറ് ഇതിനകത്ത് കയറിയിട്ടുണ്ട്. സോ അവൻ ഇപ്പൊ തന്നെ ഇത് എന്താ പറയാ സ്ക്രീൻ റെക്കോർഡ് ചെയ്യും. ഓക്കെ, അപ്പൊ പറഞ്ഞാൽ മനസ്സിലായോ? ചില 1-2 യൂട്യൂബേഴ്സ് പൈസ കൊടുത്ത് രേണുസുധിന്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്തിനാണ് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചത്? രേണുസുധി സബ്സ്ക്രിപ്ഷനിൽ ഇടുന്ന വീഡിയോസ് ഒക്കെ ലീക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിലൊരുത്തരാണ് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്നത്. രേണുസുധി അതിലൊരുത്തനാണ് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഒരുത്തൻ. കയസിന് എന്നെ അറിയൂലല്ലേ, ഇറ്റ്സ് മീ കയസിന് എന്നെ അറിയൂല, നമ്മൾ സംസാരിച്ചിട്ടുമില്ല. മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഒരുത്തൻ, അത് ലീക്ക് ചെയ്യുന്ന ഒരുത്തനാണ് ഈ മാസ്റ്റർ മൈൻഡ് മനു. ഓക്കെ ശരി, ബാക്കി പറ. എപ്പോഴൊക്കെ തന്നെ സബ്സ്ക്രിപ്ഷനിൽ വന്ന് പോസ്റ്റ് ഇട്ടാലും അപ്പൊ ഈ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറഞ്ഞാൽ അതെടുത്ത് കണ്ടന്റ് ആക്കും. ഇപ്പൊ ഓക്കെ, അപ്പോൾ എപ്പോഴൊക്കെ രേണു ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിരുന്നോ അപ്പോഴൊക്കെ ഈ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്നവൻ ഇതെടുത്ത് പുറത്തിടും. ഇത് കയസ് കണ്ടന്റിൻ്റെ ഭാഗമായിട്ട് പറഞ്ഞതാണോ അതോ എന്നെ ട്രോൾ ചെയ്താണോ അതോ കയസിന് ഈ സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്ന സാധനം പുറത്തിടുന്നത് തെറ്റാണെന്ന് ചിന്തിച്ചിട്ട് പറഞ്ഞാണോ എന്ന് എനിക്കറിയാൻ പാടില്ല. എന്തായാലും കയസിൻ്റെ ഈ വിമർശനം ഞാൻ സ്വീകരിക്കുന്നു. മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഒരുത്തൻ എടുത്ത് പുറത്തിടുന്നു. അപ്പോൾ സോ ഞാൻ ചെയ്തത് തെറ്റാണെന്നാണ് കയസ് പറയുന്നത്. ബാക്കി പറ. കാര്യമായിട്ട് മനുവിന് അത് തന്നെയാണ് പരിപാടി. അവനെ കുറിച്ചാണ് ഇപ്പൊ രേണുസുധി മെൻഷൻ ചെയ്താലും അപ്പൊ ഈ മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറഞ്ഞാൽ അതെടുത്ത് കണ്ടന്റ് ആക്കും. ഇപ്പൊ കുറച്ച് കാര്യമായിട്ട് മനുവിന് അത് തന്നെയാണ് പരിപാടി. അവനെ കുറിച്ചാണ് ഇപ്പൊ രേണുസുധി മെൻഷൻ ചെയ്തേക്കുന്നത്. ഓക്കെ, കുറച്ച് കാലമായിട്ട് മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്നവന് ഇത് തന്നെയാണ് പരിപാടി. സോ എൻ്റെ ചാനലിനെ ഇൻസൾട്ട് ചെയ്താണ്. മറുപടി ഞാൻ തരാം കേട്ടോ, പറ. എന്നാലും വല്ലാത്തൊരു അവസ്ഥയിലാണല്ലേ രേണുസുധിന്റേത്. വന്ന് ഇപ്പൊ സബ്സ്ക്രിപ്ഷനിൽ ഇക്ലിപ്പെടുത്തുന്ന വീഡിയോ പോലും രേണുസുധിക്ക് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി. കാരണം രേണുസുധി സബ്സ്ക്രിപ്ഷനിൽ വീഡിയോ ഇട്ടാ അപ്പൊ അത് ലീക്കായിട്ട് യൂട്യൂബിൽ വീഡിയോ ഇറങ്ങാണ്. എന്ത് ചെയ്യാൻ പറ്റൂലേ മരാർക്കും. എന്നിട്ട് സാർ എന്ത് ചെയ്യും? ആ വീഡിയോ ലീക്കായ വീഡിയോ എടുത്തിട്ട് സാറും റിയാക്ട് ചെയ്യും. ഈ കയസണ്ണൻ ആ സാധനം ചെയ്യുന്ന തെറ്റാണ് ഇല്ലേ, സബ്സ്ക്രിപ്ഷനെതിരെ വിമർശിക്കുന്ന കുറേ അമ്മമാരുണ്ട്. നീയൊക്കെ ചെയ്യേണ്ട സാധനം അത് തെറ്റാണെന്ന് പറയുന്നുണ്ടെങ്കിൽ നിൻ്റെയൊക്കെ ചാനലിൽ അത് കാണിക്കാതിരിക്കാനുള്ള ബോധം കാണിക്കണം. അല്ല, അവൻ്റെ ചാനൽ ലീക്കായി, അത് തെറ്റാ ഞാനത് റിയാക്ട് ചെയ്യും. എന്നിട്ട് അത് ഇട്ട രേണുവിനെക്കാട്ടിലും റീച്ച് അവന്മാരുണ്ടാക്കും. എന്നിട്ട് ഇവർ പറയുന്നത് എന്തോ റീച്ചിന് വേണ്ടി സബ്സ്ക്രിപ്ഷൻ എടുത്ത് പുറത്തിട്ടത് ശരിയായില്ലെന്ന്. അങ്ങനെയുള്ള ഞാൻ ഇത് 1-2 പേരുടെ വീഡിയോയിൽ ഞാൻ കണ്ടു. സബ്സ്ക്രിപ്ഷൻ മറ്റ് അവരുടെ പേഴ്സണൽ സാധനം എടുത്ത് റിയാക്ട് ചെയ്ത് പുറത്തിട്ടത് ശരിയായില്ല. പക്ഷേ ഞാൻ ഇവിടെ കാണിച്ചു തരാം, നിങ്ങൾ കണ്ടോ. അത് എന്തിനാണ് കാണിക്കുന്നത്? അത് തെറ്റാണെന്നൊരു ബോധ്യമുള്ളവനത് കാണിക്കാൻ നിൽക്കരുത്. നമുക്കത് കാണിച്ച് നമുക്ക് റീച്ച് ഉണ്ടാക്കണം. പക്ഷേ കുറ്റമെല്ലാം അവൻ്റെ പടലിക്കോട്ട് കൊണ്ടുവെക്കണം. നൈസ്. കൈസ് ഇതേപോലെ ചെയ്തൊരു സാധനം ഞാൻ കാണിച്ചു തരാം കേട്ടോ. തുണി പൊക്കി പോലും കാണിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് രേണുസുധി. രേണുസുധിക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി മാറി എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഇനി അങ്ങോട്ട് രേണുസുധിക്ക് തന്റെ സബ്സ്ക്രൈബേഴ്സിനെ തൃപ്തിപ്പെടുത്താൻ പെടാപ്പാട് പെടേണ്ടി വരും. കാരണം തുണി പൊക്കിയ തൊട്ടടുത്ത നിമിഷം യൂട്യൂബിൽ സാധനം ഇറങ്ങും. സാരില്ലേ പോട്ടെ, ഇനിയിപ്പോ എന്ത് പറയാനാണ് ബാക്കി. കാര്യമില്ല, പോട്ടെ, ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും. ഇതാണ് കയസ് എന്നെക്കുറിച്ച് പരാമർശിച്ചൊരു സാധനം. എനിക്കിത് കൊണ്ട സാധനം എന്ന് പറഞ്ഞാൽ ഞാൻ കാണുന്നൊരു ചാനലാണ് ഇറ്റ്സ് മീ കയസ് എന്ന് പറഞ്ഞാൽ പുള്ളിയോട് ഞാൻ സംസാരിച്ചിട്ടുണ്ട്, നല്ല രീതിയിലുള്ള കോൺവെർസേഷൻ നടത്തിയിട്ടുണ്ട്. അപ്പോൾ പുള്ളി ഏതോ ഒരുത്തൻ എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞപ്പോൾ എനിക്ക് കൊണ്ടു. ഓക്കെ ഫൈൻ. നമുക്കിനി കുറച്ച് സാധനങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഈ ഇറ്റ്സ് മീ കൈസ് രേണുവിൻ്റെ ലീക്കായ വീഡിയോ റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഏതാ നമ്മളെ നാക്കിട്ട് കറക്കുന്ന സാധനം. അതിനകത്ത് കൈസ് അതിസംബോധന ചെയ്യുന്ന സാധനം ഞാനൊന്ന് കേൾപ്പിക്കാം. ഒരു സ്ത്രീയെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. സത്യം പറഞ്ഞാൽ ഇന്ന് ഈ വിഷയം എടുക്കാൻ തന്നെ എനിക്ക് ഒട്ടും താല്പര്യമില്ലായിരുന്നു. രേണുസുധി എന്ന് കാണുമ്പോൾ തന്നെ ആ ഭാഗത്തേക്ക് മാക്സിമം പോകാതിരിക്കാനാണ് ഞാൻ ശ്രമിക്കാറുള്ളത്. കാരണം ഇവളെ കുറിച്ച് സംസാരിച്ച് മടുത്തു പോയി, വെറുത്തു പോയി. രേണുസുധി എന്ന് കേട്ടാൽ പിന്നെ നമ്മളെ പരിസരത്തോട്ട് പോകാതിരിക്കുക ചെയ്യേണ്ടത്. ഈ കയസ് രേണുവിനെ കുറിച്ച് റിയാക്ട് ചെയ്ത വീഡിയോകളുടെ എണ്ണം തന്നെ നിങ്ങൾ നോക്കിയാൽ മതി. ഇഷ്ടം പോലെ വീഡിയോ ചറ രേണുവിനെ കുറിച്ച് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇവനത് മാത്രം പരിപാടി. ഞാനങ്ങനല്ല കേട്ടോ, ഞാൻ രേണുവിനെ ചെയ്യും, മറ്റതും ചെയ്യും. ഇവൻ ഒരെണ്ണം രേണുവിനെ മാത്രമേ ചെയ്യുന്നുള്ളൂ. ഇതാണ് പറയുന്നത്. ഓക്കെ, ഇനി കൈസ് എഴുതി വെച്ചിരിക്കുന്ന ക്യാപ്ഷൻ തന്നെ നോക്കിക്കോ. ചുണ്ട് നക്കി തുടച്ചു കണ്ടാൽ ഇറയ്ക്കുന്ന ലൈവുമായി. ഓക്കെ, രേണുവിനെ കുറിച്ചിട്ട് കൈസിൻ്റെ വീഡിയോയിൽ ഒരുപാട് വീഡിയോസ് വന്നിട്ടുണ്ട്. എന്നിട്ടാണ് മറ്റൊരു തന്നെ നോക്കിയിട്ട് നീ രേണുവിൻ്റെ മാത്രമേ ഉള്ളൂ എൻ്റെ ചാനൽ എന്ന് പറഞ്ഞുകൊണ്ടുള്ള സാധനം ചെയ്യുന്നത്.
ഓക്കെ, ഇനി ഇത് മാത്രമല്ല, രേണുവിനെ കുറിച്ചുള്ള ചാനൽ വീഡിയോസിൻ്റെ നീട്ടമാണ് നിങ്ങൾ ഈ കാണുന്നത്. ഇത് മാത്രമല്ല, മറ്റേതോ വിഷയം സംസാരിക്കുമ്പോൾ അതിനകത്ത് ഈ രേണുവിൻ്റെ സാമാനം എടുത്ത് വെച്ചിട്ട് ഈ പുള്ളിക്കാരെ സംസാരിച്ചിട്ടുണ്ട്. അത് ഞാൻ കാണിച്ചു തരാം. ഇത് നമുക്കിവിടെ നിർത്താം. രേണുവിനെ കുറിച്ച് ചെയ്തിട്ടുള്ള സാധനങ്ങൾ നമ്മളിവിടെ നിർത്തുന്നു. ഓക്കെ, ഇത് കയസ് റിയാക്ട് ചെയ്തൊരു സാധനമാണ്. പണമടച്ചാൽ ഷെഡ് ഊരി മൂത്രമൊഴിച്ച് കാണിച്ചു തരും. അപർണ എന്ന് പറഞ്ഞ കൊച്ചിനെ കുറിച്ച് റിയാക്ട് ചെയ്തേക്കുന്നത്. അതിനകത്ത് രേണുസുതിയെ കുത്തിക്കയറ്റി രേണുസുതി എന്ന് പറഞ്ഞ് റിയാക്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി സബ്സ്ക്രിപ്ഷൻ ചെയ്യുന്നത് തെറ്റാണെന്നാണല്ലോ പുള്ളിക്കാരൻ പറയുന്നത്. കയസിൻ്റെ അടുത്ത ഒരു ക്യാപ്ഷനാണ്, തുണി അഴിച്ചിട്ട് വീഡിയോ ചെയ്യുന്നവളെ ജനം തെരുവിൽ കൈകാര്യം ചെയ്തു. പർപ്പിളിനെ കുറിച്ച് ചെയ്ത വീഡിയോ ആണ്. പർപ്പിൾ എന്ത് ചെയ്തിട്ടായിരുന്നു കൈസ ഹിറ്റ് അടിച്ചേ? ഓക്കെ, അത് പോട്ടെ. ഇനി മറ്റേ കൃഷ്ണകുമാറിൻ്റെ മോളുടെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. സെയിം, തുണി അഴിച്ചിട്ട് പണമുണ്ടാക്കുന്ന പെങ്ങൾക്ക് സപ്പോർട്ടുമായി ചേച്ചി. ഇതെന്നിട്ട് സബ്സ്ക്രിപ്ഷനകത്തെ വീഡിയോ ആണല്ലോ ആശാൻ എടുത്ത് തംബ്നെയിലിനകത്ത് വെച്ചിരിക്കുന്നത്. പൊതുവേ ആശാൻ തംബ്നെയിൽ വെക്കാറില്ല, പിന്നെ പോട്ടെ. ഇനി ഇത് മാത്രമല്ല, നമുക്ക് കുറച്ചും കൂടെ നോക്കുകയാണെങ്കിൽ കൈസ് പറയുന്ന ബാക്കിയൊരു സാധനം കൂടെ നമുക്ക് കാണാം. ബാക്കിയൊരു സാധനം കൂടെ കാണാം, എന്നിട്ട് വരാം. നിങ്ങളും ഒന്ന് കാണേണ്ടത് തന്നെയാണ് മക്കളെ. നിങ്ങളും മറച്ചു പോകും. അമ്മാതിരി അപരാധങ്ങളൊക്കെയാണ് കാണിച്ചു കൂട്ടുന്നത്. എന്തായാലും സമയം കളയാതെ നമുക്ക് ഓരോ വീഡിയോകളായി കണ്ടു നോക്കാം. ഇത് ലൈവ് എടുത്തിട്ട് റിയാക്ട് ചെയ്താ സബ്സ്ക്രിപ്ഷൻ പുറത്തുവിടല്ലേ എന്ന് പറയുന്ന ആളുകളെല്ലാം ഞാൻ ഒത്തിരി പേരെ ഞാൻ കണ്ട്. സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞിട്ട് അവൻ പ്രൈവറ്റ് ആയിട്ടുള്ള എടുത്ത് പുറത്തിട്ടേക്കുന്നു. അത് തെറ്റാണ്. പക്ഷെ ഞാനും കാണിച്ചു തരാം എന്ന് പറയുന്ന ശാസ്ത്രം എനിക്ക് മനസ്സിലാകുന്നില്ല. പറ. ആഹാ, കറക്റ്റ് പശു നക്കുന്ന പോലെ തന്നെ ഉണ്ട് അല്ലേ? ഇതൊക്കെ കണ്ട് കമ്പിയാവുന്ന കുറെ ദരിദ്രവാസികൾ ഉണ്ടല്ലോ എന്ന് ആലോചിക്കുമ്പോഴാണ്. കടിക്കില്ലടോ, എന്റെ ചുണ്ട് പൊട്ടിയിരിക്കുവാടോ എന്നൊക്കെ പറയുന്നുണ്ട് ചേച്ചി. എന്നിട്ട് ചേച്ചി തന്നെ ചുണ്ടിനിട്ട് 2 കടിയും കടിക്കുന്നുണ്ട്. പിന്നെ നാവ് കൊണ്ട് അത് തന്നെയാണ് അണ്ണനും ചെയ്യുന്നേ. ഇതൊന്നും ചെയ്യില്ലടാ, തെറ്റാടാ, മ്ലേച്ഛവാടാ, പക്ഷേ നമുക്ക് ചെയ്യാം എന്ന് ചിന്തിക്കുന്ന അണ്ണനെ കുറിച്ച് കാണിക്കാനായിട്ടാണ് ഞാൻ ചെയ്തത്. ഇനി ഇത് മാത്രമല്ല, അണ്ണൻ എനിക്കെതിരെ പറയുന്ന അലിഗേഷൻ, സബ്സ്ക്രിപ്ഷനിലുള്ള വീഡിയോ ഞാൻ എടുത്ത് പുറത്തിട്ടു. അങ്ങനെ ഒരുത്തനാണല്ലോ ഈ മാസ്റ്റർ മൈൻഡ് മനു. അണ്ണൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തൊരു പണി നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ? ചുമ്മാ ഒരു രസത്തിന് നമുക്കൊന്ന് കാണാം. അണ്ണൻ കുറച്ച് നാളുകൾക്ക് മുമ്പ് ചെയ്തൊരു പരിപാടി, സബ്സ്ക്രിപ്ഷൻ സാധനം എടുത്ത് പുറത്തിട്ട സാധനം കാണാം. ുള്ള വർത്താനവും എക്സാഗ്രേറ്റ് ചെയ്തുകൊണ്ടുള്ള സംസാരമൊക്കെ കാണുന്ന സമയത്ത് പലരങ്ങ് കയറി മെമ്പർഷിപ്പ് എടുത്തു. അമ്മാതിരി ഒൽപ്പിക്കണത്. ഇനി മെമ്പർഷിപ്പ് എടുത്ത് ലൈവിലേക്ക് വരാണെങ്കിലോ അതിന്റെ ബാക്കിയാണ്. ലൈവിലേക്ക് വന്നാണെങ്കിലും ഫുള്ളും മറ്റേ വർത്താനം കളികളൊക്കെ ആണ്. ഇവരുടെ ലൈവുമായി ബന്ധപ്പെട്ട് ഒരാൾ അയച്ചെന്നൊരു വീഡിയോ ഞങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് ഞാൻ അടുത്തല്ലേ കേട്ടോ, ഞാൻ ലൈവ് കണ്ട് എടുത്തെന്ന് ഞാൻ പറയാൻ നിൽക്കണിച്ച് ഒരാൾ അയച്ചെന്നാണ്. എന്തിനും ഏതാൾ അയച്ചു തന്നു? ഈ ഒരാൾ അയച്ചു തന്നാലും ഇല്ലായാലും ഒരാൾ അയച്ചു തന്ന സാധനം താങ്കളുടെ ചാനലിലൂടെ പൊതുജനങ്ങളെ കാണിക്കാനായിട്ട് ആദ്യം അങ്ങോട്ടങ്ങ് പബ്ലിഷ് ചെയ്യുമ്പോൾ താനാണോ ആ ലൈവ് ലീക്ക് ചെയ്തത്? അതായത് ഇവർ നിഷാന വ്ളോഗ്സിൻ്റെ ലൈവ് ഇദ്ദേഹം ലീക്ക് ചെയ്തിരിക്കുകയാണ്, സബ്സ്ക്രിപ്ഷനിൽ നടക്കുന്ന ലൈവ്. എനിക്കത് കണ്ടന്റ് ആക്കണം, എനിക്കത് നാട്ടുകാരെ കാണിക്കണം. പക്ഷേ ഞാൻ അടുത്തല്ല കേട്ടോ, ഏതോ ഒരുത്തൻ എനിക്ക് അയച്ചു തന്നെ, അവനെ തെറ്റ് ചെയ്തേ. ഞാൻ തെറ്റൊന്നും ചെയ്തിട്ടില്ല, ഞാൻ സത്യസന്ധം പുണ്യാളൻ. അപ്പോൾ സബ്സ്ക്രിപ്ഷൻ എടുത്ത് പുറത്തിരുന്നു മാസ്റ്റർ മൈൻഡ് മനു എന്ന് പറയുന്ന ഒരുത്തൻ. നമ്മളല്ലേ പുറത്തിട്ടേ, പക്ഷെ നമ്മൾ ചാനലിലൂടെ കാണിക്കുന്നതേ ഉള്ളൂ. അതെന്തൊരു ലോജിക്ക്, അതെന്തൊരു എത്തിക്സ്. ശരി അണ്ണാ കാണിക്ക്, ലൈവ് കാണിക്ക്, നിഷാനയുടെ ലൈവ് നമുക്ക് കാണാം. അപ്പൊ എല്ലാരും ഒന്ന് വേഗം വന്നേ, നമുക്ക് കുഞ്ഞു കടന്ന് ലൈവ് എടുത്താലോ? കുഞ്ഞു കടന്ന സ്പെഷ്യൽ ലൈവ്, കുഞ്ഞു കടന്ന സ്പെഷ്യൽ ലൈവാണ് ഞാൻ ചെയ്യുന്നത് നിങ്ങൾക്ക് വേണ്ടി. എന്താ കുനിഞ്ഞു കിടന്നിട്ടൊക്കെ ലൈവ് വിളിച്ചു വരുത്താൻ ആൾക്കാരെ നമുക്ക് കുനിഞ്ഞു കിടന്ന് ലൈവ് ചെയ്യാം. എല്ലാവരും വരും എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കഷ്ടം. എങ്ങനെ ആരും വേണ്ടിയില്ല, മെമ്പർഷിപ്പ് എടുത്ത് ലൈവ് ഉണ്ടാൽ മതി. അതിനവർ കുനിഞ്ഞു കിടക്കാനും മലർന്ന് കിടക്കാനും ഒക്കെ തയ്യാറാണ്. മെമ്പർഷിപ്പ് എടുത്ത് കാശ് മുഖ്യം വെക്കില്ലേ അല്ലേ? കഴിഞ്ഞ അപ്പം തനിക്ക് അയച്ചു തന്ന ആളെ പട്ടിപ്പൂച്ചടിച്ചു വിടുകയാണ്. അപ്പം ഈ സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ലൈവിനകത്ത് കയറി അവൻ അത് എടുത്തിട്ടാണല്ലോ ചെയ്തത്. അവൻ ഇങ്ങേർക്കത് അയച്ചു കൊടുത്ത്, ഇറ്റ്സ് മീ കൈസിന് ഇത് അയച്ചു കൊടുത്ത്, കൈസ് അതെടുത്തിട്ട് റിയാക്ട് ചെയ്ത് അവൻ്റെ കയ്യിൽ നിന്ന് 399 രൂപ പോയി. ഈ പുള്ളി ഈ വീഡിയോ റിയാക്ട് ചെയ്തിട്ട് ഒരു 3000-4000 രൂപ ഏൺ ചെയ്ത്. എന്നിട്ട് കുറ്റവർക്കാ അവൻ കണ്ട് സബ്സ്ക്രൈബ് ചെയ്ത് അല്ലെങ്കിൽ അവൻ മെമ്പർഷിപ്പ് ലൈവ് എടുത്ത് എനിക്ക് അയച്ചു തന്നു, ഞാൻ അടുത്ത് റിയാക്ട് ചെയ്തല്ലേ ഉള്ളൂ. ഇത് കഴിഞ്ഞ് പിന്നെ വരാണ്ട് നമുക്കൊന്ന് കണ്ടോക്കാം. എല്ലാരും വേഗം വായി, എല്ലാരും വേഗം വരൂ, നമുക്ക് തകർക്കാം. മുലയിൽ തുപ്പണം. നിങ്ങളുടെ കണ്ണൊക്കെ തട്ടിപ്പോട്ടെ. എങ്ങനെയുണ്ട് ഒരാൾ മോലയിൽ തുപ്പി തരുമെന്ന് ചോദിച്ച സമയത്ത് പുള്ളിക്കാരന്റെ റെസ്പോൺസ് ആണ് വിർച്വലായി തുപ്പണ രീതി കാണിച്ചിട്ട് നിങ്ങളുടെ കണ്ണൊക്കെ പൊട്ടിപ്പോട്ടെ എന്നുള്ളത്. അതായത് എങ്ങനെയൊക്കെ സുഖിപ്പിക്കുന്ന രീതിയിൽ സംസാരിക്കാൻ പറ്റുമോ അങ്ങനെയൊക്കെ സുഖിപ്പിക്കുന്നുണ്ട് മറ്റാൾ. എന്നാലും ലൈവിൽ ആൾ വരത്തുള്ളൂ. കൃത്യം ഈ അണ്ണ എന്തിനു കണ്ണൊക്കെ എഴുതി വെച്ചേക്കുന്നേ? കണ്ണ് എഴുതിയിട്ടുണ്ടല്ലോ, കണ്ണൊക്കെ എഴുതി വെച്ചേക്കുക.
ശരി, ഓക്കെ, ഫൈൻ, നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പോൾ കൈസ് ഓൾറെഡി മറ്റൊരാളുടെ സബ്സ്ക്രിപ്ഷൻ, പേഴ്സണലായിട്ടുള്ള സബ്സ്ക്രിപ്ഷൻ അല്ലെങ്കിൽ മെമ്പർഷിപ്പ് ലൈവ് ലീക്ക് ചെയ്ത ഒരുത്തനാണ് ഈ ഇസ്മി കൈസ് എന്ന് പറയുന്നവൻ. ഈ പുള്ളിക്കാരനാണ് നോമിനി പറഞ്ഞിരിക്കണത്. ഓക്കെ, ഇനി നമുക്ക് മറ്റൊരു അലിഗേഷൻ പുള്ളി എനിക്കെതിരെ പറഞ്ഞു തരാം. ഈ അവൻ്റെ ചാനലിൽ ഇപ്പോൾ അത് മാത്രമാണ് ബൊള്ള്, ഇതാണ് പുള്ളിക്കാരൻ പറഞ്ഞൊരു സാധനം. കൈസെ കുറച്ച് നാൾ നമ്മളൊന്ന് ഫ്ലാഷ് ബാക്ക് അടിച്ച് നോക്കുകയാണെങ്കിൽ ഷാജി എന്ന് പറയുന്നൊരു പുള്ളിക്കാരിട്ട് കൈസ വള്ളി പിടിച്ചായിരുന്നു. അന്ന് ഞാൻ കൈസിനെ സപ്പോർട്ട് ചെയ്ത് വീഡിയോ ചെയ്ത ഒരാളാണ്. നമ്മൾ അന്ന് സംസാരിച്ചിട്ടുണ്ട്. ഇനിയും സാറിന് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയത്തില്ല, നമ്മൾ സംസാരിച്ചിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് സംസാരിച്ചിട്ടുണ്ട്. ഈ കൈസിന് ഇപ്പോഴും എന്നെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ആ ഒരു സമയത്ത് സാറിൻ്റെ ചാനലിലെടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഷാജിദയായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്കെങ്കിലും ഉണ്ടായിരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഞാൻ അതെല്ലാം കൂടെ ഒന്നും തപ്പിപ്പിറക്കി എടുക്കുന്നില്ല, എന്നാൽ ഞാൻ ഏകദേശം ഒരു സാധനം കാണിച്ചു തരാം. ഓക്കെ, ഇതേണ്ട കൈസാറ് ചെയ്ത ഷാജിദകളുടെ വീഡിയോയുടെ എണ്ണമാണ്. ആദ്യത്തെ ഒന്ന് ഷാജിദയുടെ വീഡിയോ. ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ദിവസം ഷാജിദയുടെ ഒരു വീഡിയോ ആണ് മസ്റ്റായിട്ട് ചെയ്തിരിക്കും. പിന്നെ സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു ദിവസം ഒരൊറ്റ വീഡിയോ ചെയ്യത്തുള്ളൂ, പോട്ടെ മാക്സിമം 2 വീഡിയോ ചെയ്യത്തുള്ളൂ. അന്ന് ഒരു ദിവസം 4-5 വീഡിയോ ചെയ്യും, പോട്ടെ കുറഞ്ഞൊരു 3 ചെയ്യും. അതിലൊരെണ്ണം ഷാജിദ മസ്റ്റ്. ചാനൽ നോക്കുമ്പോൾ എന്താ ഷാജിദയുടെ ഒരെണ്ണം ഉണ്ട്, അതിൻ്റെ കൂടെ നമ്മൾ വേറെയും 2-3 ചെയ്തിട്ടുണ്ട്. ആ സ്ത്രീയെ നിങ്ങളൊക്കെ എങ്ങനെയൊക്കെ ദ്രോഹിച്ച്, ഞാനും ദ്രോഹിച്ചു കേട്ടോ, ഇല്ലെന്നൊന്നും ഞാൻ പറയുന്നില്ല, നമ്മൾ ഒരേ തോണിയിലെ യാത്രക്കാരാണല്ലോ. അവരവരുടെ അമ്മയുടെ ഷഡ്ഡി പൊക്കി കാണിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ വീഡിയോ ഇട്ടിട്ടില്ലേ? അപ്പോൾ പുണ്യാളനായിക്കോ ഒരു മയത്തിനൊക്കെ ഈ കൂടെ നിൽക്കുന്നവൻ്റെ മണ്ടക്കിട്ടടിച്ചിട്ട് ചെയ്യരുത്. അത് മോശമാണ്. ഇതിന് മുമ്പത്തെ ദിവസങ്ങളിലൊക്കെ സാർ എന്തൊക്കെയാണ് കാണിച്ചു വെച്ചതെന്നുള്ള ബോധ്യത്തോടെ വേണം മറ്റൊരുത്തനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനും അവൻ്റെ ചാനലിനെ ഇൻസൾട്ട് ചെയ്ത് സംസാരിക്കാനും ഒക്കെ. അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കൈസാറിനെ എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുമോ, അപ്പോൾ എന്നെ അറിയുമോ എന്നൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഇദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ട്. നമ്മളൊക്കെ ഇദ്ദേഹത്തിൻ്റെ ചാനലൊക്കെ കണ്ടിട്ടാണ് നമ്മൾ വന്നത്. അപ്പോൾ പുള്ളിയുടെ ചാനൽ നമ്മുടെ ചാനൽ ഒരുമാതിരി ഊശിയാക്കി പറഞ്ഞപ്പോൾ എനിക്കൊരു ചെറിയ തട്ടുകേടുണ്ടായി. അതിന് വേണ്ടി ചെയ്ത വീഡിയോ ആണ്, കുഴപ്പമൊന്നുമില്ല. നീ ഞാൻ സബ്സ്ക്രിപ്ഷനല്ലേ ലീക്ക് ചെയ്തുള്ളൂ, അണ്ണം പോയി മെമ്പർഷിപ്പ് ലൈവുകൾ ലീക്ക് ചെയ്തിട്ട് നമുക്ക് വീണ്ടും കാണാം. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകളെ രേഖപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്.